कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे കൊട്ടിയൂർ മഹാത്മ്യങ്ങൾ അറിയുവാൻ കൊട്ടിയൂരപ്പൻ്റെ തിരുനടയിലേക്ക് എത്തുന്നു നാം. അക്കരെ കൊട്ടിയൂരിലെ ആഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ ഇക്കരെ കൊട്ടിയൂർ എന്ന ക്ഷേത്ര കാഴ്ചകൾ കാണുവാൻ, ക്ഷേത്രവിശ്വാസങ്ങൾ അറിയുവാൻ നാം തയ്യാറാവുകയാണ്. അക്കരെ കൊട്ടിയൂരാണ് ആദ്യമുണ്ടായത്. ഇക്കരെ കൊട്ടിയൂർ പിന്നീടാണ് ഉണ്ടായത് എങ്കിൽ പോലും വർഷത്തിലെ എല്ലാ ദിവസവും കൊട്ടിയൂരിൻ്റെ മണ്ണിലൂടെ യാത്ര ചെയ്യുന്നവർ, കൊട്ടിയൂരപ്പനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊരു ആശ്വാസമാണ് ഇക്കരെ കൊട്ടിയൂരിലെ ഈ ക്ഷേത്രം. ഈ ക്ഷേത്ര കാഴ്ചകളും വിശ്വാസങ്ങളും അറിയുവാനാകുന്നതും പരമപുണ്യമാണ്. അങ്ങനെ ഇക്കരെ കൊട്ടിയൂരപ്പൻ്റെ ദർശനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ കൂട്ടുകാരന് നൽകാനാണ് പുഷ്പം വാങ്ങുന്നത് എങ്കിലും അതിൻ്റെ പരിമളവും ഭംഗിയും ആദ്യം ആസ്വദിക്കുന്നത് നമ്മളാണ്. അതുപോലെ നിഷ്കാമ സേവനത്തിലൂടെ നമ്മുടെ മനസ്സാണ് വിശാലമാകുന്നത്. നമ്മളാണ് ആനന്ദം അനുഭവിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപേ അയലത്തുകാർക്ക് നല്ല ബുദ്ധിയും മനസ്സും നൽകുവാനായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അമ്മയുടെ വാക്കുകളിലൂടെ പരമമായ ആനന്ദം അറിയുവാനാകട്ടെ നമുക്ക്. ദക്ഷന്റെ യാഗഭൂമിയിൽ സതീദേവി എത്തുകയും സതീദേവിക്ക് ദേഹത്യാഗം ചെയ്യേണ്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുകയും അതിൽ കോപാകുലരായ ഭൂതഗണങ്ങൾ യാഗഭൂമിയാകെ അലങ്കോലമാക്കുകയും പിന്നീട് ത്രിമൂർത്തികളെല്ലാം ഉപദേശിച്ചതനുസരിച്ച് യാഗം നടക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ വീരഭദ്രൻ അറുത്തെറിഞ്ഞ ശിരസോടുകൂടി ശിരസറുത്തെടുത്ത് മാറ്റിയ ദക്ഷന് പിന്നെ ആടിൻ്റെ ശിരസ് വെക്കുകയും യാഗം പൂർത്തിയാക്കുകയും ചെയ്തതിൻ്റെ ഐതിഹ്യം അക്കരെ കൊട്ടിയൂരിന് ശക്തിയാകുമ്പോൾ അക്കരെ കൊട്ടിയൂരിൽ പരശുരാമൻ പിന്നീട് യാഗം നടത്തുവാൻ ശ്രമിച്ചു എന്നുള്ള വിശ്വാസത്തിൻ്റെ ശക്തി ഉണ്ടാകുമ്പോൾ
ഇക്കരെ കൊട്ടിയൂർ നിൽക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് ആ യാഗത്തിൻ്റെ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് കലികാലത്തിൻ്റെ തുടക്കത്തിലാണ്, അല്ലെങ്കിൽ കലികാലത്തിൻ്റെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. കലികാലത്തിൽ ആരാധനകൾ വേണമെന്ന്, ഈ ലോകം അതിൻ്റെ സമാധാനത്തിലേക്ക് വരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പ്രകൃതീശ്വരനായ മഹാദേവൻ ഉണർന്ന് ആരാധനയ്ക്ക് തയ്യാറായത് എന്ന് വിശ്വാസമുണ്ട്. അതുവരെയും തപസ്സിൽ തന്നെയായിരുന്നു അത്രേ, വിരഹത്താൽ തീർത്ത ഒരു തപസ്സിലായിരുന്നു. പിന്നീടാണ് ഉണരുകയും അനുവാദം കൊടുക്കുകയും വർഷത്തിൽ 28 ദിവസം മാത്രം ആഘോഷങ്ങൾ നടത്തിക്കൊള്ളുവാൻ അനുവാദം കൊടുക്കുകയും ചെയ്തത്. അത് അക്കരെ കൊട്ടിയൂരിൻ്റെ ഐതിഹ്യമാണെങ്കിൽ ഇക്കരെ കൊട്ടിയൂരിൻ്റെ ഐതിഹ്യവും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇക്കരെ കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം അറിഞ്ഞ് വിശ്വാസങ്ങൾ അറിഞ്ഞ് കാഴ്ചകൾ കാണാം നമുക്ക്. ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത ഭഞ്ജക ദാക്ഷായണി മനോരഞ്ജക നിന്ദയ ദാക്ഷിണ്യപൂർണമി. ഈശ്വരമൂർത്തി ഭാവങ്ങളെ ദാരുവിൽ അലങ്കരിച്ചിട്ടുള്ള ഒരു ബലിക്കൽ പുരയും പ്രവേശന കവാടവും നാം ആദ്യം കാണുന്നു. ആ പ്രവേശന കവാടത്തിൻ്റെ മുകൾ തട്ടിലാകെ ഈശ്വര രൂപങ്ങളാണ്, ശിവപരിവാര ഭാവങ്ങളാണ്. അതിൽ നമുക്ക് വിഷ്ണു ഭാവത്തെയും കാണാം, ഗണപതി രൂപത്തെയും കാണാം, വ്യത്യസ്തമായ ദേവീദേവ സങ്കല്പങ്ങൾ കാണാം. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ തട്ടുകളാകെ ഇങ്ങനെ ദാരുവിൽ തന്നെ അലങ്കരിച്ചിരിക്കുകയാണ്. ഇത് ആ പഴയ അലങ്കാരത്തെ അങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഈ അലങ്കാരങ്ങൾ കണ്ടുകൊണ്ടാണ് നാം ബലിക്കൽപുരയ്ക്ക് അകത്തേക്ക് കടക്കുന്നത്. ബലിക്കൽപുരയിലെ അലങ്കാരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രഹ്മാവും അഷ്ടദിക് പാലകരുമാണ് ബലിക്കൽപുരയുടെ മച്ചകത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സമൂഹം കുറ്റവാളികളെ സൃഷ്ടിക്കുന്നു, കുറ്റവാളികൾ സമൂഹത്തെ സംഹരിക്കുന്നു. അന്ന് സൗമ്യ, ഇന്നലെ ജിഷ, നാളെ ഇനി ആര്? മനസാക്ഷി മരവിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം. ജാഗ്രത. ജാഗ്രത. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മണിക്ക്. മുകൾ തട്ടിൽ 9 കളങ്ങളിൽ മധ്യത്തിലായി ബ്രഹ്മാവും ചുറ്റുവട്ടത്തായി അഷ്ടദിക്കുകളെയും കാക്കുന്ന അഷ്ടദിക് പാലകരും സാന്നിധ്യമാവുകയാണ്. ബ്രഹ്മാവും അഷ്ടദിക് പാലകരും എന്ന് പറയുമ്പോൾ വിഗ്രഹരൂപങ്ങൾ മാത്രമല്ല, വാഹനം ഉൾപ്പെടെയുള്ള രൂപങ്ങളാണ് ഇവിടെ ബൃഹത്തായി കൊത്തിവെച്ചിരിക്കുന്നത്. ചെറുതല്ല, വലുതാണ്. അതിന് തൊട്ട് താഴെ അതേ മണ്ഡലത്തിൽ തന്നെ നമുക്ക് തൊട്ട് വെളിയിലായി കാണുവാനാകുന്നത് രാശികളാണ്. അതായത് ചിങ്ങം, കന്നി, തുലാം, ഓരോ രാശികളായിട്ട് വ്യക്തമായി കാണുവാനാകും. മേടരാശി, ഇടവരാശി എല്ലാം വ്യക്തമായി എല്ലാ രാശികളും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിനും തൊട്ട് താഴെയായി ഈ തട്ടിനെയും താഴത്തെ തട്ടിനെയും തമ്മിൽ താങ്ങി നിർത്തുന്ന ചില ശിലാഖണ്ഡങ്ങളുണ്ട്. അതിലൊക്കെയും കിരാതമൂർത്തിയായ മഹാദേവ ഭാവത്തെയാണ് കാണുന്നത്. കിരാതമൂർത്തിയായ മഹാദേവനും ശ്രീപാർവതിയെയും നമുക്ക് കിരാതഭാവത്തിൽ കാണാം. പിന്നെ അർജുനനുമായി ഉണ്ടാകുന്ന വാഗ്വാദവും യുദ്ധവും ഏറ്റവും ഒടുവിൽ അനുഗ്രഹം നൽകുന്ന ഭാവവും ഒക്കെയായിട്ട് കിരാതൻ അർജുനന് മേൽ വിജയം വരിക്കുന്നതിൻ്റെതായ ശില്പരൂപങ്ങളാണ് ചുറ്റുവട്ടത്തുമുള്ളത്. ഇനി അതിനും തൊട്ട് താഴെ വളരെ ചെറിയ ഒരു ശിലാരൂപം. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നാം പറയണം, കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നാം പറയണ്ടായി, അവിടുത്തെ നമസ്കാര മണ്ഡപത്തിലെ ശിലാരൂപങ്ങളും ശില്പങ്ങളും കണ്ടപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നീട് ശില്പങ്ങളും ശിലാരൂപങ്ങളും ഉള്ള ക്ഷേത്രം ഇക്കരെ കൊട്ടിയൂരാണ് എന്ന്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം ആദ്യം ഉണ്ടായതാവാൻ വഴിയില്ല, കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്നൊക്കെ ചില ചരിത്ര സൂചനകളുണ്ട്. ഏതായാലും രണ്ടിലേതാണ് പുതിയത് അല്ലെങ്കിൽ ഏതാണ് പഴയത് എന്നല്ല പ്രാധാന്യം. രണ്ട് ക്ഷേത്രങ്ങളിലും മനോഹരമായ ചില കാഴ്ചകളും ശില്പങ്ങളും ആ കഴിഞ്ഞ കാലത്തെ അനുസ്മരിക്കാനും ബഹുമാനിക്കുവാനുമായി ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും ചെറിയ തട്ടിലെ വ്യത്യസ്തമായ രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ രൂപത്തിൽ ദക്ഷ പ്രജാപതിയുമായി ബന്ധപ്പെട്ട ചില സങ്കല്പങ്ങളാണ് ഉള്ളതെന്ന് തോന്നുന്നു. അത് അങ്ങനെ തോന്നാനൊരു കാരണമുണ്ട്. ദക്ഷ പ്രജാപതി എന്ന് പറഞ്ഞാൽ തികഞ്ഞ ഭക്തനാണ്. പക്ഷേ ആ അദ്ദേഹത്തിന്റെ ഭക്തിയെക്കുറിച്ച് പറയാം, അതുകൊണ്ടാണല്ലോ പ്രജാപതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹം ആദിപരാശക്തി തനിക്ക് പുത്രിയായി ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആദിപരാശക്തിയെ തപസ് ചെയ്യുകയും ചെയ്തു. ആദിപരാശക്തി വരം നൽകി, ഞാൻ പുത്രിയായി ജനിച്ചുകൊള്ളാം, പക്ഷേ എപ്പോഴും ഒരിക്കൽ പോലും എന്നെ അപമാനിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. എങ്കിൽ അതിൻ്റെ ഫലം വളരെ കടുത്തതായിരിക്കുമെന്ന് പറഞ്ഞു.
അങ്ങനെ ദക്ഷ പ്രജാപതിക്ക് 57 പുത്രിമാരുണ്ടെന്നും 53 പുത്രിമാരുണ്ടെന്നും പറയുന്നു. ഏതായാലും ധാരാളം പുത്രിമാർ ദക്ഷ പ്രജാപതിക്ക് ഉണ്ട്. ചന്ദ്രന് വിവാഹം ചെയ്തു കൊടുത്ത നക്ഷത്രങ്ങളടക്കം അല്ലെങ്കിൽ ജന്മരാശികളടക്കം ദക്ഷന്റെ പുത്രികളാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് ജനിക്കുന്നത് ഒരിക്കൽ പുഴയിൽ താമരപ്പൂവിൽ, വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിൽ ഒരു പെൺകുഞ്ഞിനെ ദക്ഷൻ കാണുകയാണ്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് തനിക്ക് വേണ്ടിയിട്ട് ആദിപരാശക്തി പുത്രിയായി ജന്മം കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിനെ എടുത്ത് വളർത്തുകയാണ് ദക്ഷൻ. ആ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട കഥകളാണ് ഇവിടെയുള്ളത്. പിന്നീട് മറ്റു പുത്രിമാരോടൊപ്പം വളർത്തുന്നു. വളരെ സ്നേഹഭാവത്തോട് വാത്സല്യം കൊടുത്ത്, ഒരു പിതാവിന് നൽകാവുന്ന എല്ലാ വാത്സല്യവും കൊടുത്താണ് ദക്ഷൻ മകളെ വളർത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് സ്വയംവര ഘട്ടം എത്തുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം ഇവിടെ കാണാം. പിന്നെ ഏറ്റവും ഒടുവിൽ സ്വയംവര പന്തലിൽ വെച്ച് മഹാദേവനെ ഭർത്താവായി വരിക്കുന്നു ശ്രീ പാർവതി. അങ്ങനെ സതീദേവിയുടെയും മഹാദേവന്റെയും വിവാഹവുമായി ബന്ധപ്പെട്ട ശിലകളാണ് ഏറ്റവും താഴെയുള്ളത്. പക്ഷെ അതിൽ തന്നെ ബ്രഹ്മാവിന്റെ രൂപത്തെയും അല്ലാതെ തന്നെ പള്ളി കൊള്ളുന്ന പെരുമാളായ വിഷ്ണു രൂപത്തെയും ഒക്കെ വ്യത്യസ്തമായി കൊത്തിവെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മച്ചകത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ പ്രധാനത്തോട് പറയാൻ പറ്റുന്നത് 4 തൂണുകളാണ്. ഈ പ്രത്യേകിച്ചുള്ള പുരയുടെ, അകത്തേക്കുള്ള പുരയുടെ 4 തൂണുകൾ. 4 തൂണുകളെയും താങ്ങി നിർത്തുന്ന ഖണ്ഡങ്ങളിലെല്ലാം തന്നെ പുഷ്പങ്ങളും ദലങ്ങളും മാത്രമാണ് ഒരു രീതിയിൽ കാണുന്നത്. പക്ഷേ ഒരിടത്ത് മാത്രം, അതായത് പ്രവേശിക്കുമ്പോൾ, ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ആളുടെ വലതുവശത്ത് വരുന്ന തൂണിൽ മാത്രം ഒരു പ്രത്യേക ഭാവത്തിൽ ആഞ്ജനേയനെ നമുക്ക് കാണാനാകും. ആഞ്ജനേയനെ നാം സാധാരണ കാണുന്ന ഭാവത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ കാണുന്ന രൂപം. ആഞ്ജനേയനും ശിവസാന്നിധ്യമാണെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ടാകണം ഇവിടെ പ്രാർത്ഥനാഭാവത്തിൽ പ്രത്യേകിച്ചുള്ള പ്രാർത്ഥനയുടെ കൈമുദ്രകളോടുകൂടി ഇരിക്കുന്നത്. അതായത് ഇരിക്കുന്ന രീതിക്കുമുണ്ട്, പട്ടബന്ധം പൂണ്ടതിന് സമാനമായ രീതിയിലുള്ള ഇരിപ്പാണ് ആഞ്ജനേയൻ ഇവിടെ ഇരിക്കുന്നത്. ആ രീതിയിൽ ആഞ്ജനേയ വിഗ്രഹം കാണുമ്പോൾ, ആഞ്ജനേയ രൂപം കാണുമ്പോൾ ഇവിടെ ആഞ്ജനേയ സാന്നിധ്യവും വന്ന് നിറയുന്നുവെന്ന് മനസ്സിലാക്കും. ഗജലക്ഷ്മി ആലേഖനം ചെയ്ത കവാടം കടന്ന് ഇക്കരക്കൊട്ടിയൂരിലെ ക്ഷേത്രഭൂമിയിലേക്ക് നാം എത്തുന്നു. ഇക്കരക്കൊട്ടിയൂരിലെ ക്ഷേത്രത്തിൻ്റെ ആകൃതി ആകെ വ്യത്യാസമാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യാസമാണ്. ഇത് ശരിക്കും നാം ചെന്നാൽ ആദ്യം കാണുന്നത് പഴയൊരു 4 കെട്ടിൻ്റേത് പോലെയുള്ള നടുമുറ്റമാണ്. നടുമുറ്റം ഇറങ്ങി ചെല്ലുമ്പോഴാണ് മഹാദേവനെ ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനുമാകുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ആകൃതി ഇങ്ങനെ വ്യത്യസ്തമാകുന്നതിനൊരു കാരണമുണ്ട്. അത് വിശദമായി തന്നെ പറയാം. ഇതൊരു തനി 4 കെട്ടിൻ്റെ മാതൃകയിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഈ ക്ഷേത്രത്തെ വലം വയ്ക്കുവാനോ പ്രദക്ഷിണം ചെയ്യാനോ ഒന്നും പാടില്ല. അതുകൊണ്ട് തന്നെ ശ്രീകോവിലിനെ നേരിട്ട് നിന്ന് ഇങ്ങനെ നാം സോപാനത്തിനരികിൽ നിന്ന് ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ തന്നെ തൊഴുത് തിരിച്ചു പോവുക എന്നുള്ളതാണ്. വലം വയ്ക്കുക, പ്രദക്ഷിണം വയ്ക്കുക, അതല്ലെങ്കിൽ പുറത്തേക്കിറങ്ങി ചുറ്റമ്പലത്തെ വലം വയ്ക്കുക, ഈ പതിവുകളൊന്നും ഇവിടെയില്ല. ഇതിന് കാരണമായി പറയുന്നത് എന്തെന്നുള്ള ഐതിഹ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് ദർശിക്കുവാനാകുന്നത് മഹാദേവനെയും അതിനോടൊപ്പം തന്നെ ദേവീഭാവത്തെയുമാണ്. ശക്തിയെയും ശിവനെയും ഇക്കര കൊട്ടിയൂരിൽ ദർശിക്കാനാകും. അതിൽ ശക്തിഭാവമാകട്ടെ ഏറ്റവും പ്രിയപ്പെട്ട, അതായത് ഭർത്താവിനോട് ചേർന്നിരിക്കുന്ന സ്നേഹഭാവത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്ന ദേവീഭാവമായിട്ട് ഇവിടെ നിലകൊള്ളുന്നു എന്നും സങ്കല്പമുണ്ട്. അങ്ങനെ മഹാദേവനും ശക്തിയും ഒരുമിച്ച് സാന്നിധ്യമാകുന്ന ഒരു ശ്രീകോവിലിന് തിരുമുന്നിൽ നിൽക്കാനാകുന്നത് തന്നെ മഹാഭാഗ്യമെന്ന് വേറെ വാക്കുകൾ കൊണ്ട് പറയണ്ടല്ലോ. ഈ ശ്രീകോവിലിൻ്റെ കാഴ്ചകൾ നോക്കിയാൽ ശ്രീകോവിൽ നേരെ ഇരിക്കുന്നുവെങ്കിൽ തീർത്ഥവാരിയും നേരെ മുന്നിലായിട്ട് തന്നെ. കാരണം വലം വയ്ക്കുവാനോ ഒന്നും പാടില്ലാത്തത് കൊണ്ടും അതുമാത്രമല്ല മറ്റൊരിടത്തേക്കും ജലം ഒഴുകുവാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടും നേരെ മുന്നിലായിട്ടാണ് തീർത്ഥവാരി വരുന്നത്. ഇതും ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷതയാണ്. ഇനി ഇങ്ങനെ വരുവാനുള്ള കാരണം എന്തെന്നല്ലേ? ആ കാരണവും ഇവിടുത്തെ ഐതിഹ്യവും ഒന്നു തന്നെയാണ്. നാം അക്കരെ കൊട്ടിയൂർ യാഗഭൂമിയാണ് എന്ന് പറഞ്ഞു, അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു. പരശുരാമൻ അവിടെ യാഗം നടത്തുവാൻ ശ്രമിച്ച കാര്യം പറഞ്ഞു. അങ്ങനെയെല്ലാം യാഗം നടത്തുവാനൊക്കെ ശ്രമിച്ചുവെങ്കിലും പിന്നീട് ഈ പ്രദേശമാകെ തീർത്തും ഒഴിഞ്ഞുകിടന്നു. പരശുരാമൻ വന്ന് ഇവിടെ കലിബാധിത പ്രദേശമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് യാഗം വീണ്ടും നടത്തണമെന്ന് തീരുമാനിച്ചത്. പക്ഷെ അന്ന് കലിയെ പിടിച്ചു കെട്ടിയ പരശുരാമൻ ഒന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, ഇനി ഒരിക്കലും ഈ പ്രദേശത്തേക്ക് കലി വരരുത്, കലിബാധ ഉണ്ടാകരുത്. പിന്നെ അതുണ്ടായിട്ടില്ല എന്നാണ് വിശ്വാസം.
യാഗം കഴിഞ്ഞ് പിന്നെയും വളരെ കാലം കഴിഞ്ഞ് യാഗഭൂമിയാകെ കൊടും വനമായി മാറി. അവിടെ ഒരു യാഗഭൂമി ആയിരുന്നു എന്ന് പോലും എല്ലാവരും വിസ്മരിച്ചു പോയി. ആ കാലത്ത് ഇവിടെ ഒരു ജനവാസ കേന്ദ്രമായിരുന്നില്ല. എന്നാൽ മലകൾക്ക് മുകളിൽ കുറിച്യർ താമസിച്ചിരുന്നു. അതിൽ ഒരു കുറിച്യ യുവാവ് ഒരിക്കൽ നായാട്ടിനായി താഴേക്ക് കാട്ടിനുള്ളിലേക്ക് വരികയും തൻ്റെ കത്തിയിരുമ്പ് ഒന്ന് മൂർച്ച കൂട്ടുവാനായി ഒരു ശിലയിൽ ഉരയ്ക്കുകയും ശിലയിൽ നിന്ന് നിണം പ്രവഹിക്കുകയും ചെയ്തു. ശിലയിൽ നിന്ന് നിണം പ്രവഹിക്കുന്നതുകൊണ്ട് ഭയന്ന് ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്ന ആ കുറിച്യ യുവാവ് ആദ്യം ഓടിയെത്തിയത് ഇന്നീ ക്ഷേത്രം നിൽക്കുന്ന പ്രദേശത്താണ്. അന്നിവിടെ ക്ഷേത്രമായിരുന്നില്ല, അന്നൊരു ഇല്ലമായിരുന്നു എന്നാണ് പറയുന്നത്. പടിഞ്ഞാട്ട് നമ്പൂതിരിയുടെ ഇല്ലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഇല്ലത്തിലേക്ക് ഓടിക്കിതച്ചു വന്ന് കാര്യം പറഞ്ഞു. പടിഞ്ഞാട്ട് നമ്പൂതിരി ചെന്ന് കാര്യം നോക്കുമ്പോൾ അത് തീക്ഷ്ണമായ ശക്തിയുള്ളതാണെന്നും തന്നെ കൊണ്ട് കൂട്ടിയാൽ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല എന്ന് മനസ്സിലാക്കുകയും നേരെ കുറിച്യരോട് തന്നെ, ഈ ഒരു കുറിച്യ യുവാവിനോട് തന്നെ ചെന്ന് മണത്തണയിലെ പ്രമാണിമാരെ അറിയിക്കാൻ പറയുകയുമായിരുന്നു. കുറിച്യ യുവാവ് ഇവിടുന്ന് നേരെ ഓടിച്ചെന്ന് അവിടെ മണത്തണ എന്ന ഗ്രാമത്തിലെത്തുകയും മണത്തണയിലെ കരപ്രമാണിമാരെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്നത്തെ 4 ഊരാളന്മാരുടെ കുടുംബത്തിലുള്ള കാരണവന്മാർ അന്ന് ആദ്യം വരികയും ചെയ്തു. ആ 4 ഊരാള കുടുംബക്കാരുടെ കാരണവർ വേഗം വരികയും വേണ്ടുന്നതൊക്കെ ചെയ്യുകയും പിന്നീട് ക്ഷേത്ര ആരാധനകൾക്ക് സമ്പ്രദായങ്ങൾ ഉണ്ടാക്കുകയും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തത്വവും വിശ്വാസങ്ങളും എന്ത് എന്ന് മനസ്സിലാക്കി അതിൻ പ്രകാരം ആചാരങ്ങളെയെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇന്നും 64 ജാതിക്കാർ ഒത്തുകൂടിയാലേ ഇവിടുത്തെ മഹാ അടിയന്തര യോഗം സംഭവിക്കുകയുള്ളൂ കൊട്ടിയൂരിൽ. അതായത് ജാതിഭേദവും തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയൊക്കെയും ഉണ്ടായിരുന്ന ഒരു കാലത്തിന് മുൻപ് തന്നെ ഇവിടെ അത്തരത്തിൽ ജാതി വ്യത്യാസങ്ങളില്ലാതെ ഒരുമിച്ച് ചേരുവാൻ പാകമായ മനസ്സോടുകൂടി, വിശാലമായ മനസ്സോടുകൂടി ജനങ്ങളുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അന്ന് പടിഞ്ഞാട്ട് നമ്പൂതിരിയുടെ ഇല്ലമുണ്ടായിരുന്ന പ്രദേശത്ത് ഒരു ക്ഷേത്രം പിന്നീടുണ്ടായി വന്നപ്പോൾ അതിന് ഇക്കരെ കൊട്ടിയൂർ എന്ന നാമം വന്നു. ഇന്നും ആ ഇല്ലം നമുക്ക് നോക്കിയാൽ ഇപ്പോൾ മനസ്സിലാകും. പണ്ടത്തെ ഇല്ലത്തിൻ്റെ അതേ ഛായയിൽ നാലുകെട്ടിൽ വേണ്ടുന്ന സ്ഥാനത്ത്, നാലുകെട്ടിൻ്റെ നേരെ മുന്നിലുള്ള സ്ഥാനത്താണ് ഇപ്പോൾ ശ്രീകോവിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈ ശ്രീകോവിലിന് വളരെ വ്യത്യസ്തമായൊരു ആകൃതി. ചന്ദ്രശേഖര 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 പാഹി മാം. ചന്ദ്രശേഖര 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 രക്ഷ മാം. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. ഇക്കരെ കൊട്ടിയൂരിൽ ദർശനം പൂർത്തിയാക്കുകയാണ്. ഇവിടെ ദർശനം പൂർത്തിയാക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഉത്സവകാലം, വൈശാഖ മഹോത്സവം ആരംഭിച്ച് അപ്പുറത്ത് അക്കരെ കൊട്ടിയൂരിൽ പൂജകൾ ആരംഭിച്ചു കഴിഞ്ഞ് മഹാദേവ സാന്നിധ്യം ഇവിടെ നിന്ന് അവിടേക്ക് എത്തുന്നു എന്നാണ് സങ്കല്പം. ആ സങ്കല്പം ഉള്ളത് കൊണ്ട് തന്നെ പിന്നീട് ഇവിടെ നട തുറക്കാറില്ല. ഇവിടെ പിന്നെ നട തുറക്കണമെങ്കിൽ ഉത്സവം മുഴുവനും പൂർത്തിയായി തൃക്കലശാട്ടം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഇക്കരെ കൊട്ടിയൂരിൽ നട തുറക്കൽ പതിവുള്ളൂ. അക്കരെ കൊട്ടിയൂരിലേക്ക് ദർശനത്തിന് വരുന്നവരെല്ലാം തന്നെ ഇക്കരെ കൊട്ടിയൂരിലേക്കും വരുമല്ലോ. ഇനി അക്കരെ കൊട്ടിയൂരിൽ വൈശാഖോത്സവത്തിനല്ലാതെ, വൈശാഖോത്സവത്തിന് മാത്രമേ അക്കരയ്ക്ക് പ്രവേശിക്കാനാകൂ. അതല്ലാത്ത സമയത്ത് കൊട്ടിയൂർ ക്ഷേത്രം കാണണമെന്നും കൊട്ടിയൂരത്തെ ഈ പുരാണ കഥകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മലകൾ കാണണമെന്നും ആഗ്രഹം തോന്നുന്നവർക്ക് തീർച്ചയായും ഇവിടെ വന്നാൽ ഇക്കരെ കൊട്ടിയൂരിലെ ദർശനം ലഭിക്കും. അങ്ങനെ ദർശനത്തിനായി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂവളത്തറ നിൽക്കുന്നു. കൂവളത്തറ കഴിഞ്ഞാൽ പിന്നീട് നേരെ പടി കടന്ന് മുകളിലേക്ക് വന്നാൽ ആ പടി കടന്ന് വീണ്ടും ചുവടുകൾ കടന്ന് മുകളിലേക്ക് എത്തി ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കുന്നത് നേര് നടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കരുത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഭഗവാൻ അക്കരെ കൊട്ടിയൂരിൻ്റെ ആ ധ്യാനഭാവത്തെ നോക്കിയിരിക്കുകയാണ് മഹാദേവൻ. അവിടെ ഒരു തടസ്സമുണ്ടാക്കരുത്, ആ വനത്തിലേക്കുള്ള ദൃഷ്ടിയിൽ തടസ്സമുണ്ടാക്കരുത് എന്നതുകൊണ്ടാണ് നേര് നടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്തത്. ഒരു വശത്തുകൂടി വന്നാൽ കയറുന്ന ആളുടെ ഇടതുവശത്തുകൂടി കയറി നേരെ ഈ ഒരു മണ്ഡപത്തെ വലം വെച്ച് ആ വശത്തുകൂടി തന്നെ അകത്തേക്ക് കയറുകയും തിരിച്ചിറങ്ങുമ്പോൾ അതുപോലെ ഇടതുവശത്തുകൂടി തന്നെ ഇറങ്ങി പുറത്തു വരികയും വേണം. ഇതാണ് ഇവിടുത്തെ ഒരു രീതി. ഇനി 2 വിശ്വാസങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂവളത്തറയും
തൃശൂലത്തറയും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ശിവശക്തി സാന്നിധ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട്, മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിന്റെ മാഹാത്മ്യത്തെ വീണ്ടും വീണ്ടും അറിയുവാനാകും. नमः शिवाय च नमः शिवाय च नमः शिवाय च नमः शिवाय च नमः शिवाय च. വീരചരിതങ്ങളുടെ മണ്ണുകൂടിയായ കൊട്ടിയൂർ ദേശത്തെ അറിയുവാൻ, അതിൻ്റെ ആഘോഷങ്ങളെ അറിയുവാൻ ഇക്കരെ കൊട്ടിയൂരിൽ നിൽക്കുമ്പോൾ ഇക്കരെ കൊട്ടിയൂരുമായും അക്കരെ കൊട്ടിയൂരുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ ഉത്സവ ദിവസങ്ങളിലെയും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പങ്കുചേരുവാൻ അവകാശമുള്ളവർ പലരാണെന്ന് പറഞ്ഞുവല്ലോ. രാജാവ് തൊട്ട് 64 ജാതിയിൽപ്പെട്ടവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. രാജാവ് എന്ന് പറയുമ്പോൾ ഏഴിമല നന്ദനടക്കമുള്ള രാജാക്കന്മാരുടെ പാരമ്പര്യം സൂക്ഷിക്കുന്ന ഈ ദേശത്ത് കോട്ടയം രാജാക്കന്മാരായിരുന്നു പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ചരിത്രത്തിലെ പ്രബല രാജാക്കന്മാർ. അപ്പോൾ കോട്ടയം രാജാക്കന്മാർക്കും ഇവിടെ അധികാരവും അവകാശവുമുണ്ട്. കോട്ടയം രാജാക്കന്മാരെന്ന് പറയുമ്പോൾ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജവംശമാണല്ലോ അത്. അതുകൊണ്ട് തന്നെ ആ വീരകഥകളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ കോട്ടയം രാജാക്കന്മാർക്ക് അവകാശമുണ്ട്. ഈ അവകാശത്തെക്കുറിച്ച് നമ്മോട് പറയുവാൻ തീർച്ചയായും ഇപ്പോഴത്തെ വലിയ രാജ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയ രാജ, അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് ചോദിച്ച് ഈ ചരിത്രവും അതിന് പിന്നിലെ വിശ്വാസങ്ങളും മനസ്സിലാക്കാം. നമസ്കാരം. കോട്ടയം രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു ചരിത്രമാണ് കൊട്ടിയൂരിനും സമീപദേശത്തും പറയാനുള്ളത്. അപ്പോൾ ആ ഒരു ചരിത്രത്തിന്റെ കണ്ണിയായിട്ട് നിൽക്കുമ്പോൾ അങ്ങ് മനസ്സിലാക്കുന്ന ചരിത്രത്തിന് എത്രത്തോളം ഒരു പ്രാധാന്യം? മുമ്പ് ഈ കൊട്ടിയൂർ ക്ഷേത്രം കോട്ടയം കോലവും ഇതായിട്ടുള്ള ബന്ധപ്പെട്ടായിരുന്നു. അതിൽ 3 താവഴിയാണുണ്ടായിരുന്നത്. മുഴക്കുന്നില്ല ഞങ്ങളുടെ ആസ്ഥാനം. അതിൽ 3 താവഴി കിഴക്കേ കോലം, തെക്കേ കോലം, പടിഞ്ഞാറ് കോലം. ഈ 3 താവഴിയിട്ടാണ്. കിഴക്കേ കോലകം, തെക്കേ കോലകം, പടിഞ്ഞാറ് കോലം. ഇതിൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഈ ദേവസ്വത്തിന്റെ ആയിട്ടുള്ള വരിക. സ്വരൂപം കാരണവരെന്നാ പറയാം. അപ്പോൾ അതിൽ ഇപ്പോഴും ഞാനാണ് ഇവിടുത്തെ കാരണവരാണ്. അപ്പോൾ അങ്ങനെയാണ് കൊട്ടിയൂർ. പിന്നെ അതിനുശേഷം പിന്നെ കേസുണ്ടായിരുന്നു. ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. ആ കേസിൽ അന്ന് മദ്രാസിലായിരുന്നു ഇതിന്റെ ഈ കേസ്. ഇവിടെ കോടതി ഉണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ മലബാർ ഒരുപാട് വർഷങ്ങൾക്ക് 200 വർഷം 200 മതിയാവില്ല, അതിൽ കൂടുതലുണ്ടാവും. അത്രയും വർഷം മുമ്പ് ചരിത്രം. അപ്പോൾ അന്ന് അവിടെയായിരുന്നു ഈ എക്സ്പെർട്ട് വിധി വന്ന കേസ്. എക്സ്പെർട്ട് വിധിയായിട്ട് അന്ന് കോലത്തിന് എതിരായിട്ട് വന്നതാണ്. അങ്ങനെയാണ് പിന്നെ ഈ ദേവസ്വം നഷ്ടപ്പെടാൻ കാരണമായത്. പിന്നെ അതിന് ശേഷം പിന്നെ സ്ഥാനമുണ്ട്. അന്നത്തെ കോലത്തെ ആ സ്ഥാനം എന്നുള്ള നിലയ്ക്ക് പിന്നീട് അതിൻ്റെ അകത്ത് സീനിയർ മാസ്റ്റർ ആള് ഇവിടുത്തെ ഈ ഒരാളിനായിട്ട് വരും. അങ്ങനെ എന്നുള്ള ട്രസ്റ്റ് എന്നുള്ളതൊക്കെ ഇപ്പൊ ഞാൻ ഇതിൽ വന്നത്. അങ്ങേ കോട്ടയം രാജ എന്നതിനൊപ്പം തന്നെ പഴശ്ശിരാജ സ്ഥാനം എന്നും പറയാം. പഴശ്ശിരാജന്റെ പിന്നറ പറഞ്ഞ ഞങ്ങളെ മോനായിട്ട് വരും. അപ്പൊ പഴശ്ശിരാജ എന്നുള്ള സ്ഥാനം തന്നെ കിട്ടും. പഴശ്ശിരാജനെയാണ്. ഇവിടെ എന്താണ് വേറെയുള്ള ആചാരം? ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ചില ആരാധനയുണ്ട്. 3 അന്നത്തെ ഈ രാജാക്കന്മാരിൽ 3 രേവതി, തിരുവോണം, പിന്നെ ഈ രോഹിണി, ഈ 3 ആരാധന ഇവിടെ നടത്താറുണ്ട്. ഈ ആരാധനയൊക്കെ അന്നത്തെ രാജാക്കന്മാരെ നാളിൽ വെച്ച് നടത്തിയിരുന്നത്. അത് ഇന്നിപ്പം തുറന്നു വരിക. അതിലിപ്പോൾ ഞാൻ വരുന്ന രേവതി ആരാധന, ഞങ്ങളെ തെക്കേ കോലം എന്ന് പറയാം. തെക്കേ കോലത്തെ കാരണവരായതുകൊണ്ട് രേവതി ആരാധനയ്ക്ക് ഇവിടെ ഞങ്ങൾക്ക് ചടങ്ങുണ്ട്. ആരാധന ദിവസം വന്നിട്ട് അന്ന് ഇവിടെ നിൽക്കണം. പിന്നെ അതിൻ്റെ ചടങ്ങുകളൊക്കെ ചോദിച്ചൊക്കെ ഉണ്ട്. അതിന് തൊഴണം. പഴശ്ശിരാജയുടെ വീരചരിതങ്ങൾ എന്നും ഓർക്കുന്ന കൊട്ടിയൂർ ദേശത്തിൽ പഴശ്ശിരാജയുടെ പിൻതലമുറക്കാർക്ക് അവകാശവും അതുപോലെ തന്നെ അവർക്ക് ആരാധനകളിൽ പങ്കെടുക്കുവാൻ പ്രാധാന്യവും ഒക്കെ വരുന്നത് സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആഘോഷം കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. मन्दाकिनी सलिल चन्दन चर्चिताय नन्दीश्वर प्रमथनाथ महेश्वराय मन्दार पुष्प बहुपुष्प सुपूजिताय तस्मै मकाराय नमः शिवाय. नमः शिवाय, नमः शिवाय, नमः शिवाय.